സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹോസ്പിറ്റലിൽ പോണം, ജോലിക്ക്. അതെനിക്ക് വെറും ഒരു ജോലിയല്ല, എന്റെ സന്തോഷമാണ്. ഇന്നു മുതൽ ജോലിക്ക് പോകാൻ അനുവദിക്കണം. ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞതാണ്. ഞാൻ ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ മതി. എല്ലാവരും ജോലിക്ക് പോകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഭർത്താവിന്റെ റോളിൽ ഞാൻ നിൽക്കുന്നുകൊണ്ടായിരിക്കും താൻ അനുവാദം ചോദിച്ചത്. യഥാർത്ഥ ഭാര്യയായാലും ശരി, ഭർത്താവിന്റെ അനുവാദത്തോടെയല്ല ഇഷ്ടങ്ങൾ നടത്തേണ്ടത്. താൻ ജോലിക്ക് പോണം. താങ്ക് യു സർ. അപ്പൊ ഓക്കെ, വൈകുന്നേരം കാണാം. അതെ, വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും താനൊന്ന് താഴേക്ക് വരണം. ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ വാതിൽക്കൽ നിന്ന് യാത്രയാക്കുന്ന ഭാര്യയാണ് ഇവിടെയുള്ളവരുടെ സങ്കല്പ ഭാര്യ. വരണം. ചേച്ചി, കുട്ടിയുടെ നെറ്റിയിൽ സിന്ദൂരം ഇട്ടിട്ടില്ല. സിന്ദൂരം ഇടിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം. മാധുരി മോളെ, അർജുൻ മോനും മോളും ഒക്കെ ന്യൂ ജനറേഷനാ. എന്താ ചേച്ചി? അല്ല, ഭാര്യയുടെ നെറ്റി സിന്ദൂരം ഇട്ടിട്ടില്ല. അല്ല, കല്യാണം കഴിഞ്ഞാ ഉടനെ തന്നെ താലി മാറ്റി വെക്കുന്നവർ ഇക്കാലത്തുണ്ട്. അപ്പൊ ഇതൊന്നും സാരയില്ല. എന്നാലും വീട്ടിലുള്ളവർ കാണുമ്പോ മനസ്സിനൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം. സീമന്തരേഖയിൽ ഒരു സിന്ദൂരക്കുറി. സർ, അത് സമ്മതിക്കരുത്. അത് വേണ്ട സർ. ഇവിടെ എല്ലാം തലതിരിഞ്ഞല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടയിൽ എന്തോന്ന് സിന്ദൂരപ്പൊട്ട്. വീട്ടുകാരുടെ സമ്മതത്തോടെയും ആശീർവാദത്തോടെയും വലതുകാല് വെച്ച് കയറി വരുന്നവരെ ഇതിനൊക്കെ വില കൊടുക്കൂ. അല്ലാതെ കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞു എന്നറിയിക്കാൻ ചിലർക്കൊക്കെ മടിയാ. വല്ലൊക്കെ ഉദ്ദേശം കാണും. ദാ, എന്നെ കണ്ടുപിടിക്കും. ഇവിടെ പൊട്ടില്ലാതെ എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാവിലെ ഉറക്കമുണർന്നാൽ വസന്തേട്ടന്റെ കാലു തൊട്ട് കണ്ണിൽ വെച്ച് കുളിച്ച് സിന്ദൂരം ഇട്ടാലേ എനിക്ക് തൃപ്തിയാവൂ. ഇല്ല, ഈ കാലത്ത് ചിലർക്ക് ഇതിലൊന്നും താല്പര്യം കാണില്ല. സാരമില്ല. അതെ, ശരിയായ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ പൊട്ടിന്റെ ആവശ്യവും ഇല്ല. ഒരു മിനിറ്റ്. ഈശ്വര, അവസാനം ഞാൻ ഭാര്യയല്ലെന്നറിയുമ്പോ എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? ഇനി വേറെ ചടങ്ങൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ ഭാര്യയ്ക്ക് സിന്ദൂരം കൂടെ ചാർത്ത. സർ, വേണ്ട, ഞാനിട്ടോളാം. ഞാനിട്ട് തരാം. തൃപ്തിയായാലോ ആന്റിക്ക്? അയ്യടാ മോനെ, നിങ്ങളായി നിങ്ങളുടെ പാടായി. വീട്ടുകാരുടെ തൃപ്തി നോക്കിയല്ലോ നിങ്ങൾ ഓരോന്ന് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ സാറെന്ന് വിളിക്കുന്നത് സാധാരണ നാട്ടു നടപ്പാണോ? ഞാൻ കേട്ടു സാറേ സാറെന്ന് വിളിക്കുന്നു. അമ്മ എന്തോ ഒന്നും പറയാത്തത്? ഞാൻ വൈകാതൊക്കെ പറയുന്നതാണ്. കാര്യങ്ങളെ ഇതുവരെ പോകുന്ന ശ്രദ്ധിക്കുക. അല്ല, ഭർത്താവിനെ സാറെന്ന് ചിലയിടത്തൊക്കെ വിളിക്കാറുണ്ട്. പരിചയം വെച്ചുള്ള ശീലം. എന്നാലും മധുമോള് പറഞ്ഞ നേരെ. വീട്ടിലുള്ളവർക്ക് അത് കേൾക്കുമ്പോ ഒരു സുഖക്കുറവ്. ഏട്ടനെന്ന് വിളിച്ച് കേൾക്കുന്നതാ മറ്റു
മറ്റുള്ളവർക്കൊരു സന്തോഷം. ആ അത് മതി ഏട്ടാ. അർജുനേട്ടൻ. ഏയ് അർജുനേട്ടൻ, അത് ഇത്തിരി കട്ടിയായി പോയി. ഒന്ന് ഷോർട്ടാക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അജുവേട്ടൻ, അത് മതി. സൂപ്പർ അജുവേട്ടൻ, സൂപ്പർ. എന്നാ പിന്നെ പേര് വിളിച്ച് ഉദ്ഘാടനം ചെയ്താലോ? എന്നാ പിന്നെ നാളെ മുറിക്കലും കൂടെ ആവാം. ഓ വസന്തനങ്ങൾ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അജുവേട്ടാന്ന് വിളിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഒരു രസമല്ലേ? ഒരു റാഗിംഗ് ആണെന്ന് എന്നെ കരുതിക്ക് കേട്ടത്തി. ഞാൻ വിളിച്ചോളാം. ഇപ്പൊ വിളിക്ക് കേട്ടത്തി. അഖിൽ, നിനക്ക് ഓഫീസിൽ പോണ്ടേ? സായു കോളേജില്ലേ? ഓരോരോ കോപ്രായങ്ങള് ഒക്കെ ഏട്ടൻ മിണ്ടായിരിക്കുന്നോണ്ടാ. നോക്കച്ച, ഒരു ഏട്ടൻ പ്രശ്നം അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ തീർക്കാം. അപ്പോ എല്ലാവരുടെയും തൃപ്തിക്ക് വേണ്ടി അതും കൂടെ അങ്ങ് വിളിച്ചോ. അല്ല, ഇതിപ്പോ പറഞ്ഞു വിളിപ്പിക്കേണ്ടതൊന്നും അല്ലല്ലോ. കുഴപ്പമില്ല, ഏട്ടത്തി ഒന്ന് വിളിച്ചേ. വിളിക്ക് അജുവേട്ടൻ. കൈ കൊണ്ടെടുത്തേ. അടിപൊളി. കൊള്ളാല്ലേ? ഇത് വിളിച്ചേ. എന്റെ അജുവേട്ടാ, അടിപൊളി. സർ, എനിക്കാകെ സാറല്ല അജുവേട്ടൻ. താൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒക്കെ നമുക്ക് റൂമിൽ വെച്ച് സംസാരിക്കാം. പുറത്ത് നമ്മൾ ഭാര്യയും ഭർത്താവുക. ആ താനെന്താടോ അകത്തേക്ക് വരാത്തെ? ഓ ഒന്നുമില്ല സാറേ, ഇന്നലെ 5 ലക്ഷം കിട്ടിയായിരുന്നേ. കൂടുതൽ വേണമെന്ന് അച്ഛപ്പ ചോദിച്ചായിരുന്നു. ഇനിയും താങ്ങാനുള്ള ശേഷിയില്ല സാറേ. എന്താടോ താൻ കയറ്. ഓ മാഡം സുഖമാണല്ലോ? പാവം പോലെ കേറി പോകുന്ന കണ്ടില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണാന്ന്. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്കെന്റെ അച്ഛനെ പുറത്തിറക്കണം. അമ്മേ, 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 ഞാൻ മാധുരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ 3 പേരും കൂടി നന്ദേട്ടന്റെ വീട്ടിൽ പോണം. അനുവിനെ കാണണം. അവളെ ഒന്ന് കംഫർട്ട് ആക്കണം. ഞാനും മധുവും കൂടെ അത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ ഇനി എന്റെ മരുമോക്ക് എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. അയ്യോ, അമ്മ എന്താ അങ്ങനെ പറയുന്നേ? അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാ മോളെന്നുള്ളത് മരുമോളെന്നാകുന്നത്. അതെനിക്കറിയാം. ഞാൻ അമ്മ പറയുന്നതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അമ്മേ? ചേച്ചി, ഞാൻ ചേച്ചിയെ പുകഴ്ത്തുമല്ല, അഭിനയിക്കാൻ ചേച്ചിയോടൊപ്പം. വേണ്ട, അതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. എന്തായാലും ഞങ്ങള് പോകും, അല്ലേ മാധുരി? അനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ആർക്കും ഈ ബന്ധം ഇഷ്ടമല്ലെന്നും അനുവിനെ തന്നെയാണ്. അല്ലാനന്ദേട്ടാ, അതൊക്കെ വരട്ടെ, നമുക്ക് ആലോചിച്ച്. കണ്ടോ ചേച്ചിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ആനന്ദേട്ടാ, അമ്മേ, നമുക്കിതങ്ങ് വിട്ടേക്കാം. എടങ്കോലിടാൻ ഒരാളെ കച്ച കെട്ടി നിൽക്കുമ്പോ നേരാവണം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങ് വിട്ടേക്കുന്നേ. നാട്ടുകാരുടെ മുന്നില് നമുക്ക് തലയിൽ മുണ്ടിട്ട് ഒളിച്ചു നടക്കാം. അല്ലെങ്കിൽ ശിഷ്ടകാലം കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജനം ഇരിക്കാം. മധു, നീ എന്തിനാ കാട് കയറി സംസാരിക്കുന്നേ? അർജുന്റെ കൂടെ വന്ന കുട്ടിക്ക് വേണ്ടിട്ടല്ല, അനുവിന് വേണ്ടി തന്നെയാ പറയണേ. അവക്കൊരു നല്ല ഭാവിയുണ്ട്. വേറെ ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച്. അനുവിന്റെ ഭാവി അനു അല്ലേ തീരുമാനിക്കുന്നത്? ഈ വീടാണ് അവളുടെ സന്തോഷമെങ്കിലോ?
എനിക്ക് അനുവിന്റെ സ്ഥാനത്ത് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. എന്റെ അരുണിമയുടെ മോളാ അർജുന്റെ ഭാര്യ ആവേണ്ടത്. അനു ഇവിടെ വരുന്നത് കണ്ടിട്ട് ഞാൻ മരിക്കൂ. അതെ, അർജുൻ അനുവിനെ തന്നെ വിവാഹം ചെയ്യും. നിക്കാനല്ലേ പറഞ്ഞേ? എന്താ നിനക്ക്? അമ്മ പേടിച്ച് ഞാൻ പറയാമേ. എന്താ കാര്യം പറ. പൈസ എടുക്കരുത്. പൈസ എടി, പൈസ കൊടുക്ക. തരാനാ പറഞ്ഞ. അച്ഛാ പൈസ തരാൻ പറയാ. കൊടുക്കും മോളെ. അപ്പൊ ഇന്നലെ നീ എനിക്ക് തരാനുള്ള പൈസ. അത് പിന്നെ ഗെയിം ഓവർ ആവുന്നതിന് മുന്നേ നെറ്റ് ഡൗൺ ആയില്ലേ? ബിസിനസ്സുകാരനും കോളേജ് കുമാരിയും LKG പിള്ളേരെ പോലെ തല്ലുകൊടുന്ന കണ്ടില്ലേ? ഇവരെന്നും ഞങ്ങൾക്ക് LKG പിള്ളേര് തന്നെ. പിന്നെ അല്ലാതെ. അച്ഛാ, എനിക്കൊരു 2000 രൂപ കടമുണ്ട്. അച്ഛനോട് കണക്ക് പറയുന്നു. അതെ, ഈ ഗെയിമേ എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ. ആ, എത്ര രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം? 1 കോടിയൊക്കെ കിട്ടൂ? അതെ, ഇതിനൊക്കെ എക്സ്പേർട്ട് ആയ ആള് ദാ നിക്കുന്നു. ആണോ? അച്ഛൻ പഠിപ്പിച്ചു തരും. എന്റെ അങ്കിളെ പുതിയ ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് എന്നറിയോ അച്ഛമ്മയ്ക്ക്? പിന്നല്ലാതെ. ഇനി ഏത് കാര്യമായാലും, അത് ടെക്നോളജി ആയാലും ശരി, കുടുംബകാര്യമായാലും ശരി, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അമ്മേ, ഞാൻ ഓഫീസിലോട്ട് പോവാ. ആ, അമ്മേ, അച്ഛമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ പോവാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? പെട്ടെന്ന് അർജുനെ ഫോൺ ചെയ്ത് വരാൻ പറ. എന്താ മോളെ, ക്ഷീണം എന്തെങ്കിലും? അയ്യോ, അതൊന്നുമല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് ജോലിക്ക് പോവാ. എല്ലാം തികഞ്ഞു. അമ്മേ, ചേച്ചി, ഇനി ഇതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം തികഞ്ഞു. ഞാൻ വല്ല ശമ്പളക്കാരിയാണെന്നൊക്കെ അറിയിച്ച് നമ്മളെ കൊച്ചാക്കാനുള്ള പുതിയ തന്ത്രം. കൊള്ളാം. അയ്യോ ആന്റി, അങ്ങനെയൊന്നുമല്ല. ഒന്നാമത് ചെറിയ ശമ്പളമാ. ശമ്പളത്തിന് വേണ്ടിയല്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. ഒരു സർവീസ്, എന്റെ ഒരു സന്തോഷത്തിനാ. സന്തോഷത്തിനാണെന്ന് മനസ്സിലായി. അസുഖമായിട്ട് വന്ന ഒരാളുടെ ചെറുമകനെ കറക്കിയെടുത്തപ്പോ സന്തോഷം കിട്ടിയില്ലേ? കാര്യവും നടന്നില്ലേ? അതോ ഇനി ഇതിലും വലിയ കാശുകാരനെയാണോ ആവശ്യം? മധുമോളെ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ശരി, ഇനി ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെപ്പോലൊരു പെൺകുട്ടിയാ അതും. ഞങ്ങളെ പോലൊരു പെണ്ണോ? പെണ്ണിന് വേണ്ടതേ അടക്കോ ഒതുക്കോ. ആ, മതി മതി. മാധുരി, ആദ്യം നിന്റെ അഭിപ്രായം പറ. ഇവള് ജോലിക്ക് പോണോ വേണ്ടയോ? നീ ഇവിടെ ആനന്ദന്റെ ഭാര്യയായിട്ട് വന്നു. ഇത്രയും കാലം വീട്ടിൽ തന്നെ ഇരുന്നു. നിനക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ആ, അതൊക്കെ പോട്ടെ, നീ മറുപടി പറ. അല്ലമ്മേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഓ, ഇപ്പോഴത്തെ കുട്ടി അപ്പോഴത്തെ കുട്ടി അതൊന്നുമല്ല ചോദിച്ചത്. നിന്റെ അഭിപ്രായമാ. ഈ സമയത്ത് ഈ കുട്ടിയെ ഞാൻ അനുകൂലിച്ച് പറഞ്ഞ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. ശരി, നീ പറയണ്ട. ആനന്ദ് പറ. ഞാൻ പറയാം. ജോലിക്കോ ഫ്രണ്ട്സിന്റെ വീട്ടിലോ എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ ഇവിടുന്ന് പോയാ പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്റെ പെങ്ങടെ മോള ഈ വീട്ടിൽ വന്ന് കയറേണ്ടിയിരുന്നത് അനു. ആ സന്തോഷത്തെയാണ് നീ ഇല്ലാതാക്കിയത്. ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റില്ല. നിനക്ക് എവിടെ വേണമെങ്കിൽ പോവാം.
പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ ആഗ്രഹവും. പോയാ പിന്നെ തിരികെ വരരുത്. ദാ ഇവരുടെയൊക്കെ പുണ്യം കൊണ്ടാ ഇന്നലെ അറ്റാക്ക് വന്ന് വീഴാത്തത്. കടിച്ചു പിടിച്ച് നിൽക്കുക. അയ്യോ അച്ഛ പ്ലീസ്, അങ്ങനൊന്നും പറയരുത്. അഖിലന്റെയും സായുന്റെയും തർക്കവും ബഹളമൊക്കെ ഞാൻ സന്തോഷത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. എന്തൊരു സന്തോഷമുള്ള വീട്. ഞാൻ കാരണം ഇവിടെ എല്ലാവർക്കും വിഷമം വന്നു എന്നറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു അറ്റാക്ക് വരാൻ പ്രാർത്ഥിക്കുന്നത് ഞാനാ. അയ്യോ, അനാഥാലയത്തിൽ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ വളർന്ന ഞാൻ ഒരു വീട്ടിലെ സന്തോഷം കാണുന്നത് ഇപ്പോഴാണ്. അച്ഛനെയും അമ്മയും ഒക്കെ എന്റെ സ്വന്തം അച്ഛനമ്മമാരെ പോലെയാ കരുതി. ഈ വീട്ടിൽ എല്ലാവരും വിഷമിപ്പിച്ചോണ്ടാ ഞാൻ വന്നേന്നറിയാം. അതിനെത്ര ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കാൻ പറ്റാത്ത വിഷമമാണ് നിങ്ങൾക്കൊന്നും അറിയാം. അയ്യയ്യോ, ഇതിനു മാത്രം സെന്റിമെന്റ്സ് ഇത് എവിടെ ഒളിപ്പിച്ച് വച്ചേക്കുന്നു? കണ്ണീരും സെന്റിമെന്റ്സും റെഡിമെയ്ഡായി കൊണ്ടു നടക്കും. എപ്പോ ആവശ്യം വരുന്നോ അപ്പൊ എടുത്തങ്ങ് വീശും. ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയാം. കാര്യങ്ങളിൽ ഒരു തീരുമാനമാവും വരെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് ഇവളെ. ഞങ്ങൾക്ക് ചിലത് തീരുമാനിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളായിട്ട് തന്നെ പറഞ്ഞയച്ചോളാം. പിന്നെ ആശുപത്രിയിലോ അമ്പലത്തിലോ എവിടാന്ന് വെച്ചാ പോകാം. ഇനി എന്റെ അഭിപ്രായം, ഞങ്ങളുടെ കുടുംബത്തിന് തീരാക്കളങ്കമാ നീ വരുത്തി വെച്ചിരിക്കുന്നത്. ഞങ്ങളെ കരയിച്ചും കൊണ്ട് നീ വിചാരിച്ച ഒരു കാര്യം നീ നേടി. ഞങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും ഞങ്ങൾക്കും സാധിക്കണ്ടേ? ആനന്ദ് പറഞ്ഞതുപോലെ നിനക്ക് പോകാം, പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ പോയാ ജയിലിൽ കിടക്കുന്ന അച്ഛന്റെ അവസ്ഥ, അർജുൻ സാറിന്റെ അവസ്ഥ, ഞാൻ ജോലിക്ക് പോകുന്നില്ല. അമ്മേ, ഞാൻ ഇറങ്ങാം. അപ്പൊ ശരി. അനന്തേട്ടാ, എല്ലാരും കൂടി ആ കുട്ടിയെ വല്ലാതെ പേടിപ്പിക്കുക. പറയണ്ടൊക്കെ നിനക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. നീ കൂടെ നിൽക്കണം. ആദ്യം അനുവിനെ ചെന്ന് കാണുക, ബാക്കി പിന്നെ സംസാരിക്കാം. ഓക്കെ, ശരി. അർജുൻ താലി കെട്ടിയ കുട്ടിന്ന് വെച്ചാ അത് ഞങ്ങളുടെ ഒക്കെ മോള. ആ മോളല്ലേ ദേവി രാവിലെ ദേവി ഒരുക്കി കീർത്തനം ചൊല്ലിയത്? ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ആ മകളിൽ ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. അതോ ഇനിയും പരീക്ഷിക്കുകയാണോ? മനസ്സിന് കൂടുതൽ ശക്തി കൊടുക്കാനുള്ള പരീക്ഷയോ പരീക്ഷണോ ഒക്കെ ആവാം. ഏറ്റവും സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന വീട് ഇവിടെ ബഹളവും കുത്തുവാക്കും ഒന്നും ഒഴിയുന്നില്ല. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ആ കുട്ടിയുടെ അതേ അവസ്ഥ എന്റെയും. മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരിക. ദേവി, എല്ലാം നേരെയാക്കണമേ. ഇനി ഈ വീട്ടിൽ ആരുടെയും കണ്ണുനീര് വീഴാൻ സമ്മതിക്കല്ലേ. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിക്കണേ. ഞങ്ങളെ രക്ഷിക്കണേ ദേവി.
ആകെ ഒരു മൂകത. ആ അമ്മേ, മാധുരി, മധുവായിരിക്കെ. ഇന്നിപ്പൊ ആഘോഷമായിട്ടിരിക്കേണ്ട വീടാ, ഇപ്പൊ മരണ വീട്. മരിച്ച വീട്ടിലിരിക്കുന്നത് പോലെ തോന്നുന്നു. ഏത് വിഷമവും നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുമതു. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ജീവിച്ചേ മതിയാവൂ. അനുമോളെ, ഇതാ മുത്തശ്ശി, മാധുരി ആന്റി, മധു ഒക്കെ വന്നിരിക്കുന്നു. ഒന്നിങ്ങോട്ട് വാ മോളെ. ഓഹോ, വന്നോ? ഏതായാലും അങ്ങോട്ട് പോന്നില്ല, ഇങ്ങോട്ട് വരട്ടെ. നന്ദ, ഞാനൊരു കാര്യം പറഞ്ഞ് എതിർക്കരുത്. അനുവിന്റെ വിഷമം ഞങ്ങൾക്കറിയാം. അവള് കുറച്ചു ദിവസം അവിടെ ഒന്ന് നിൽക്കട്ടെ. അതേ നന്ദേട്ടാ, നമ്മുടെ കുട്ടിയല്ലേ. കുഞ്ഞിലെ ഇപ്പോഴും അവൾ അവിടെ ആയിരുന്നില്ലേ? കുറച്ചു ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. നന്ദേട്ടനെതിരൊന്നും പറയരുത്. നിങ്ങൾ പറഞ്ഞത് ഒരു ശരിയാണ്. പക്ഷേ അർജുന്റെ വിവാഹത്തിന് മുമ്പാണെങ്കിൽ അവൾ അവിടെ വന്ന് എത്ര ദിവസം നിൽക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇനി അതത്ര ശരിയല്ല. ആ ഷോക്കിൽ നിന്ന് അവൾ ഇതുവരെ കരകയറിയിട്ടില്ല. മുറി അടച്ചകത്ത് തന്നെ ഇരിക്കുക. ആതിരയും ശങ്കറും പുറത്തു പോയപ്പോ കൂടെ പോകാൻ വിളിച്ചതാ. ഒരിടത്തോട്ടും ഇല്ല എന്ന് പറഞ്ഞു. മോളെ, വേണ്ടേട്ടാ, ഞങ്ങൾ ചെന്ന് കണ്ടോളാം. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. മോളെ, അനു, അന്നു ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ഒന്ന് വാതില് തുറക്ക. കരയാവൻ കുട്ടി. ഞാൻ പറയുന്നത് കരയണോന്നാ. കരഞ്ഞു കരഞ്ഞ് മനസ്സിലുള്ള ദുഃഖങ്ങൾ മുഴുവനും ഒഴുകി പോട്ടെ. സോറി മുത്തശ്ശി, സോറി ആന്റി, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. മോളേക്കാൾ വിഷമം ഞങ്ങൾക്കാ. ഞങ്ങൾ ഉള്ളിൽ കരയുകയാ. ഉള്ളിൽ അങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കണം. വേണ്ട, ഞാൻ കാരണം ഇനി. മോള് വെറുതെ ഇരിക്കെ. ആനന്ദേട്ടനും ഞങ്ങളും ഒക്കെ കൂടെ തീരുമാനിച്ചതാ ഞങ്ങളുടെ അർജുന്റെ ഭാര്യയെ നീ.